അവന്റെ കൂട്ടുകാർ അവനെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും മിണ്ടാതെ കാവിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി. അജയ് കാവിലുണ്ടെന്ന കാര്യം അറിഞ്ഞ ഗ്രാമക്കാർ കൂട്ടമായി കാവിലേക്ക് നടന്നു. അതിൽ ഒരു പൂജാരിയും ഉണ്ടായിരുന്നു. അവർ കാവിന്റെ മുന്നിലെത്തി. കൽവിളക്കിലെ ദീപം അണഞ്ഞു കിടക്കുന്നു. ഈ വിളക്ക് ഒരിക്കലും അണയാൻ പാടില്ലായിരുന്നു എന്ന് ആ പൂജാരി പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ആ കാവിന്റെ അകത്തളത്തിൽ ഒരു യക്ഷി ബന്ധിക്കപ്പെട്ടിരുന്നു. ആളുകളെ വശീകരിച്ച് അവരെ കൊല്ലാൻ ശക്തിയുണ്ടായിരുന്നവൾ. ഗ്രാമത്തെ രക്ഷിക്കാനായി അന്നത്തെ തിരുമേനി മന്ത്രശക്തിയാൽ അവളെ കാവിന്റെ ഉള്ളിൽ ബന്ധിച്ചു. അവൾ വീണ്ടും പുറത്തു വരാതിരിക്കാനായി കാവിന്റെ മുന്നിൽ ഒരു ദീപം കത്തിച്ചു വെച്ചു. ആ ദീപമാണ് ഇപ്പോൾ അണഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വിറച്ച കൈകളോടെ ആ തിരി കത്തിച്ചു. ആ മണ്ണിൽ ഒരു നീണ്ട നിഴൽ. ആ നിഴൽ പതുക്കെ ഉയർന്ന് അജയുടെ രൂപമായി മാറി. പുറത്തു പോകൂ എന്ന് പറഞ്ഞ് അവൻ അലറാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി അജയെ ഇനി അവർക്ക് കൊണ്ടുപോകാനാവില്ല എന്ന്. അവരെല്ലാം ഭയത്തോടു കൂടി പിന്നിലേക്ക് നോക്കാതെ ഗ്രാമങ്ങളിലേക്കുള്ള വഴിയിലേക്ക് ഓടി നീങ്ങി.